ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെണ്ടയ്ക്ക മസാല ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടിട്ടാണ് ഈ മസാല ഫ്രൈ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഫ്രൈ ആണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. ഈ സമയത്ത് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് മൂടി വെച്ച് ഉരുളക്കിഴങ്ങ് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇത് മൂടി വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ ഒരു 10 വെണ്ടക്കായ ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കണില്ല കേട്ടോ. ഉപ്പൊക്കെ വെണ്ടക്കായയിലേക്കും കൂടി പാകത്തിനുള്ളതുണ്ട് ഇതിൽ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയത്ത് വെണ്ടക്കായ ഇത് വെന്ത് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പം നമ്മുടെ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.